ലോക്സഭയിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചകൾക്കെല്ലാം മറുപടി കൊടുക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രി കൊടുത്ത മറുപടിക്ക് പ്രിയങ്ക ഗാന്ധി അതേ നാണയത്തിൽ തിരിച്ചടിയും നൽകിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഒരു ദിവസം 2 കണക്ക് ക്ലാസ്സിൽ ഇരുന്നത് പോലെയാണ് എനിക്ക് ആ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയത് എന്നാണ്. അമിത്ഷായ്ക്കും നന്ദയ്ക്കും വരെ ബോറടിച്ചു എന്നും പറയുന്നുണ്ടായിരുന്നു. അമിത്ഷാ ആ സമയത്ത് തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. ആ പ്രസംഗം കേട്ടാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഒരുപാട് പുറകിലത്തെ കാര്യം. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെ, ഒരു കുടുംബം തന്നെ രാജ്യം ഭരിച്ചിരുന്നു, അവരിന്ന ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, ഇത് കേട്ട് മടുത്ത കാര്യങ്ങളാണ്. ഇതല്ലാതെ പുതിയ വിഷയങ്ങളൊന്നും പ്രധാനമന്ത്രിക്ക് പറയാനില്ലായിരുന്നു. അത് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി ഒരിടത്ത് കാണിച്ചത്. എന്തായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പ്രസംഗത്തിലൂടെ പറഞ്ഞതെന്ന് ആദ്യം ഇവിടെ വിവരിക്കാം. കോൺഗ്രസ് ഭരണകാലത്തെ ജനാധിപത്യത്തിന് ഏറ്റ കറുത്ത പാടാണ് അടിയന്തരാവസ്ഥയെന്നും ആ പാപത്തിൽ നിന്ന് കോൺഗ്രസിന് മോചനമില്ലെന്നും സ്വന്തം നേട്ടത്തിനായി നെഹ്റു ഭരണഘടനയെ അട്ടിമറിച്ചതായും നെഹ്റുവിനെ നീക്കങ്ങളെ അന്നത്തെ രാഷ്ട്രപതിക്ക് എതിർക്കേണ്ടി വന്നതായും അങ്ങനെ പല കാലങ്ങളായി ആ കൃത്യം ആവർത്തിച്ചു പോരുന്നിരുന്നു. ആദ്യം പാവം നെഹ്റു ചെയ്തു, പിന്നീട് ഇന്ദിരാഗാന്ധി അത് തുടർന്ന് ചെയ്തു എന്നാണ് പ്രധാനമന്ത്രി ആരോപിച്ചുകൊണ്ടിരുന്നത്. എന്ന് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റോ അന്ന് മുതൽ മോദി എല്ലാ പ്രസംഗങ്ങളിലും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് പുതുമയൊന്നുമില്ല. എവിടെ കിട്ടിയാലും നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും കടന്നാക്രമിക്കുക എന്നുള്ളത് ഒരു ശീലമാക്കി വെച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി. 1971 ഇന്ദിരാഗാന്ധിയും പാപം ചെയ്തു. കോടതികളുടെ അധികാരം ഇന്ദിര കവർന്നു. സ്വന്തം കസേര സംരക്ഷിക്കാൻ 60 വർഷത്തിനിടെ 75 തവണയാണ് കോൺഗ്രസ് ഭരണഘടനയെ അട്ടിമറിച്ചത്. അടിയന്തരാവസ്ഥയിൽ ആയിരങ്ങൾ ജയിലിലടയ്ക്കപ്പെട്ടു. മാധ്യമ സ്വാതന്ത്ര്യം കവർന്നു. അയോഗ്യയാക്കിയ ജഡ്ജിയെ ഇന്ദിര വെറുതെ വിട്ടില്ല. അടിയന്തരാവസ്ഥയുടെ ദുരിതം അനുഭവിച്ച പല കക്ഷികളും ഈ സഭയിലുണ്ട്. ഷാബാനു കേസിൽ രാജീവ് ഗാന്ധി സുപ്രീം കോടതി വിധി വരെ അട്ടിമറിച്ചു. വോട്ട് ബാങ്കിനായി ഷാബാനുവിന് നീതി നിഷേധിച്ചു. വിധ്വംസക ശക്തികളുമായി രാജീവ് ഗാന്ധി ചേർന്നു. 60 വർഷത്തിനിടെ 75 തവണയാണ് കോൺഗ്രസ് ഭരണഘടനയെ അട്ടിമറിച്ചത്. ഭരണഘടനയിന്മേൽ ലോക്സഭയിൽ നടന്ന ചർച്ച അഭിമാനകരമാണ്. ഭാരതീയ സംസ്കാരം ലോകത്തിന് മാതൃകയാണ്. ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവാണ്. ഈ 75 വർഷം അസാധാരണമായിരുന്നു. തുടക്കം മുതൽ വനിതകൾക്ക് വോട്ടവകാശം നൽകിയ രാജ്യമാണിത്. G20 ഉച്ചകോടിയിൽ പോലും വനിതാ ശാക്തീകരണം പ്രധാന ചർച്ചയായി. ഈ പശ്ചാത്തലത്തിലാണ് വനിതാ സംവരണ ബിൽ കൊണ്ടുവരാൻ പ്രേരണയായത്. ലോക്സഭയിൽ വനിതാ പ്രാതിനിധ്യം കൂടി. നാരി ശക്തിയാണ് ഭരണഘടനയുടെ ശക്തി, ഏകത്വമാണ് ഭരണഘടനയുടെ മുഖമുദ്ര എന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷെ ഈ വനിതാ ശാക്തീകരണം ഇതിനൊക്കെ ഉള്ളൊരു മറുപടി പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. ഇതെല്ലാം പേപ്പറുകളിലും വാക്കുകളിലും മാത്രമേ ഉള്ളൂ എന്നും ഇതുവരെയും ഇതൊന്നും നടപ്പിലാക്കാൻ BJP സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നും കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി ആരോപിച്ചിരുന്നു. അതിന് സഭയിൽ വലിയ ചർച്ചകൾക്കും വലിയ ബഹളത്തിനും കാരണമാക്കിയതാണ്. ഇതെല്ലാം എപ്പോൾ നടത്താനാണ്? ഇതെല്ലാം വാക്കുകളിൽ മാത്രമാണല്ലോ ഒതുങ്ങുന്നത് എന്നാണ് പ്രിയങ്ക ഗാന്ധി പരിഹസിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ചില വൈകൃത മനസ്സുകൾ ഭാരതത്തിന്റെ ഏകത തകർത്തു. നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ മുദ്രാവാക്യത്തെ തളർത്തി. അടിമ മനോഭാവം ഏകത്വത്തെ തളർത്തി. ഭരണഘടനാ അനുച്ഛേദനം 370 രാജ്യത്തിന്റെ ഐക്യത്തിന് തടസ്സമായിരുന്നു. ഐക്യത്തിനായാണ് ഒരു രാജ്യം ഒരു നികുതി കൊണ്ടുവന്നത്. ഡിജിറ്റൽ വിപ്ലവമാണ് ഇന്ത്യയിൽ നടന്നത്. ഡിജിറ്റൽ ഇന്ത്യ വിജയത്തിന്റെ കഥയാണ്. മാതൃഭാഷ പ്രോത്സാഹിപ്പിക്കാൻ പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. ഭരണഘടനയെ ഞങ്ങൾ ആരാധിക്കുന്നു, കോൺഗ്രസ് കൊല്ലുന്നു. ചിലർ അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ ഭരണഘടനയെ ഉപയോഗിക്കുന്നു. കോൺഗ്രസിലെ ഒരു കുടുംബം ഭരണഘടനയെ തകർക്കാൻ ശ്രമിച്ചു. ഭരണഘടനാ ദിനം ആചരിക്കാൻ തീരുമാനിച്ചപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിച്ചവരുണ്ട്. ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഈ വട്ടം കൂടി ഭരണത്തിൽ വന്നപ്പോൾ അവർക്ക് ഭരണഘടനയെ തിരുത്തി എഴുതാനുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എങ്കിൽ BJP ഉറപ്പായിട്ടും ഈ ഭരണഘടനയെ തിരുത്തി എഴുതിയേനെ. അതിന് സാധിക്കാത്തതിന്റെ എല്ലാ ദേഷ്യവും ഉണ്ട് പ്രധാനമന്ത്രിക്ക്. ഈ സ്ഥിരം വാക്കുകളല്ലാതെ, നമുക്കിത് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഈ സ്ഥിരം വാക്കുകളല്ലാതെ വേറെ ഒന്നും പ്രധാനമന്ത്രിക്ക് ഇന്ത്യയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചോ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യം. അതിനെയാണ് പ്രിയങ്ക ഗാന്ധി കളിയാക്കിക്കൊണ്ട് പറഞ്ഞത്. ഒരു ദിവസം 2 കണക്ക് ക്ലാസ്സിൽ ഇരുന്നതുപോലെ അത്രയും ബോറടിപ്പിക്കുന്ന ഒന്നായിരുന്നു മോദിജിയുടെ പ്രസംഗം. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായ്ക്കും JP നന്ദയ്ക്കും വരെ ബോറടിച്ചു. നന്ദ കൈകൾ കൂട്ടി തിരുമുകയായിരുന്നു. മോദി നോക്കുമ്പോൾ ഉടൻ നന്ദ ശ്രദ്ധിക്കുന്നതായി അഭിനയിക്കാൻ തുടങ്ങിയെന്നും പ്രിയങ്ക ഗാന്ധി പറയുന്നു. അമിത്ഷാ കൈകളിൽ തലയും താങ്ങിയിരിക്കുകയായിരുന്നു. പീയൂഷ് ഗോയൽ ഉറക്കത്തിലേക്ക് വീണുകൊണ്ടിരുന്നു. പുതുതായി ഒന്നും ഉണ്ടായിരുന്നില്ല പ്രസംഗത്തിൽ. ആ പ്രസംഗം എന്നെ ദശകങ്ങൾ പിറകിലേക്ക് കൊണ്ടുപോയി. എന്നെ സംബന്ധിച്ച് പുതുതായിരുന്നു ഈ അനുഭവം. പ്രധാനമന്ത്രി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറയുമെന്ന് കരുതിയാണ് വന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 75 വർഷത്തെ മഹത്തായ യാത്ര എന്ന വിഷയത്തിൽ 2 ദിവസത്തെ സംവാദത്തിൽ പങ്കെടുത്ത മോദി 1 മണിക്കൂർ 10 മിനിറ്റ് സമയമാണ് ലോക്സഭയിൽ പ്രസംഗിച്ചത്. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ രാജ്നാഥ് സിംഗ് അമിത്ഷായും ലോക്സഭയിൽ ഇരിക്കാതിരുന്നതിനെയും പ്രിയങ്ക ഗാന്ധി ചോദ്യം ചെയ്തിരുന്നു. വാട്സ്ആപ്പ് സർവകലാശാലകളെ പോലും നാണിപ്പിക്കുന്ന പ്രകടനമായിരുന്നു പ്രധാനമന്ത്രിയുടേതെന്ന് മുതിർന്ന
കോൺഗ്രസ് നേതാവ് ജയറാം രമേശും പരിഹസിച്ചു. ഭരണഘടനയ്ക്കെതിരായ സവർക്കറുടെ വാക്കുകൾ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. മനുസ്മൃതിയാണ് ഭരണഘടന എന്ന് പറഞ്ഞ ആളാണ് സവർക്കർ. ഭരണഘടനയിൽ ഇന്ത്യയുടേതായി ഒന്നുമില്ലെന്ന് പറഞ്ഞ RSS നേതാക്കളെ BJP തള്ളിപ്പറയുമോ എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു. ഇന്നും BJPയുടെ നിയമസംഹിത മനുസ്മൃതിയാണ്, ഭരണഘടനയല്ല. സവർക്കറെ വിമർശിച്ചാൽ തന്നെ കുറ്റക്കാരനാക്കും. രാജ്യത്തെ പിന്നോക്കം കൊണ്ടുപോകാനാണ് BJPയുടെ ശ്രമം. ഏകലവ്യന്റെ വിരൽ മുറിച്ച പോലെയാണ് ഇന്നത്തെ ഇന്ത്യൻ യുവതയുടെ സ്ഥിതി. അദാനിക്ക് അവസരം നൽകിയും ലാറ്ററൽ എൻട്രി അവസരം നൽകിയും രാജ്യത്തെ യുവാക്കൾക്ക് അവസരം ഇല്ലാതാക്കുകയാണ്. കർഷകരുടെ വിരൽ മുറിക്കുന്നു. ഇന്നത്തെ മുദ്ര വിരൽ നഷ്ടപ്പെട്ട കൈയാണ്. ഭരണഘടനയിൽ എഴുതി വെക്കാത്ത വിഷയങ്ങളാണ് താൻ ഉന്നയിക്കുന്നത്. ഭരണഘടനയ്ക്കൊപ്പം നീതി നിഷേധവും ചർച്ച ചെയ്യപ്പെടണമെന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടിരുന്നു. അതായത് നമുക്ക് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പ്രധാനമന്ത്രി പുതുതായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ നടന്ന കോൺഗ്രസിനെ കടന്നാക്രമിക്കുക എന്നുള്ളത് മാത്രം, രാഷ്ട്രീയം മാത്രം, രാഷ്ട്രീയ ലക്ഷ്യമാണല്ലോ. പക്ഷെ എല്ലാം ഒരേ വാചകങ്ങൾ. എവിടെ പ്രസംഗിച്ചാലും, സ്റ്റേജുകളിൽ പ്രസംഗിച്ചാലും, ഇപ്പൊ പാർലമെന്റിൽ പ്രസംഗിച്ചാലും, എവിടെ പ്രസംഗിച്ചാലും ഈ ഒരേ കാര്യം. ഒരേ കുടുംബത്തിന്റെ കയ്യിലായിരുന്നു, ഒരേ കുടുംബത്തിനാണ് ഇങ്ങനെ ചെയ്തത്, ഇന്ത്യയെ പിന്നോട്ട് നയിച്ചത് മൊത്തവും കോൺഗ്രസ് ആണെന്നൊക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് പിന്നോട്ട് നയിച്ചതെന്നും ഇന്ത്യ എത്രമാത്രം പിന്നോട്ട് പോയെന്നും. ഈ ചർച്ച ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വിലയിരുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.